ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ 2013 തനിയാവർത്തനം പ്രതീക്ഷിച്ചവർക്ക് ഇത്തവണ തെറ്റി. ഏതാണ്ട് സമാനമായ പരാതിയിൽ അന്ന് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്ന് പുറത്തായ കെ.ബി. ഗണേഷ് കുമാർ പക്ഷേ പിണറായി മന്ത്രിസഭയിൽ തുടരുമെന്നാണ് വിവരം. മന്ത്രി തന്നെ തന്റെ ചോര കണ്ട് ആരും കൊതിക്കേണ്ട എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മന്ത്രിയുടെ ഭാര്യയ്ക്ക് അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടായ ദുരനുഭവത്തിനും നീതികേടിനും ഉത്തരം വേണമെന്ന് പ്രതിപക്ഷം മുറവിളി കൂട്ടുന്നുണ്ട്. മന്ത്രി ക്ഷമ ചോദിച്ചതോടെ തനിക്ക് പരാതിയില്ല എന്ന ഭാര്യയുടെ പുതിയ നിലപാടിൽ ഇടതുമുന്നണിയും CPM-ഉം മുഖ്യമന്ത്രിയുമെല്ലാം ആ ഒരു പഴുത് കണ്ടെത്തുകയും ചെയ്തു. ഈ ഘട്ടത്തിൽ നമ്മൾ ജനങ്ങളോട് ചോദിക്കുകയാണ്, മന്ത്രിയുടെ വീട്ടിൽ ഭാര്യ നേരിട്ട അതിക്രമത്തിന് ഉത്തരം വേണ്ടേ എന്നുള്ളത്. മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ സ്ഥാനത്ത് തുടരുന്നത് ശരിയോ എന്നുള്ളതാണ്. മാപ്പിൽ എല്ലാം തീരുമോ എന്നുള്ളത് ജനങ്ങൾ പറയട്ടെ. ജനങ്ങൾക്ക് എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ദേവനാണ് കുറച്ച് ആളുകളോട് ചോദിച്ചിരിക്കുന്നത്. എന്താണ് അവരുടെ പ്രതികരണം എന്ന് നോക്കാം. ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഭാര്യ ബിന്ദു മേനോൻ കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. മോശമായ സാഹചര്യത്തിൽ മന്ത്രിയെ കണ്ടുവെന്നാണ് ഈ ആരോപണത്തിലെ പ്രധാനമായും ഉന്നയിക്കുന്ന പരാതി. തുടർന്ന് സഹായത്തിനായി പോലീസിനെ ബന്ധപ്പെട്ടുവെങ്കിലും അടിയന്തരമായിട്ടുള്ള അല്ലെങ്കിൽ വേണ്ട പരിഗണന തനിക്ക് പോലീസിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചില്ല എന്നും മാത്രമല്ല ഗണേഷ് കുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളിൽ നിന്നും ഭീഷണി ഉണ്ടായിരുന്ന അടക്കമുള്ള രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങളായിരുന്നു ബിന്ദു മേനോൻ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഈ വാർത്തകളെല്ലാം പുറത്തു വന്നതിന് പിന്നാലെ പ്രതിപക്ഷം വലിയ രീതിയിൽ മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മുറവിളി ഉയർത്തുകയാണ്. ഏതായാലും ഈ സംഭവത്തിൽ ഗണേഷ് കുമാർ രാജിവെക്കേണ്ടതുണ്ടോ എന്ന് തിരുവനന്തപുരത്തെ വോട്ടർമാരോട് നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം. അവർ തമ്മിൽ വ്യക്തിപരമായി അവിടെ വീട്ടിൽ വെച്ചിരുന്ന സംഭവം അവരെന്തായാലും അതിപ്പം ഒത്തുതീർപ്പായി. പോലീസിന് കേസ് കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞു. ഇപ്പം പോലീസ് കേസ് എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ രാജിവെക്കേണ്ട കാര്യമില്ല. നേരത്തെ ഇത് കണക്ക് ഡോക്ടർ യാമിന് പ്രശ്നം ഉണ്ടാക്കി കോടികൾ കൈവാങ്ങിച്ചപ്പോൾ ആ കേസ് ഒതുങ്ങിപ്പോയി. ഇത് അത് കണക്ക് അവർക്ക് പൈസയ്ക്ക് ആവശ്യം വന്നായിരിക്കും ആരെങ്കിലും പ്രസ് ചെയ്ത് കൊടുത്ത് ഇവിടെ കൂടെ ഇങ്ങനെ അടിയിൽ കൂടെ പാര വെച്ച് ഗണേശ് അടുത്ത മത്സരിക്കാൻ വേണം. എങ്ങനെയെങ്കിലും മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റുക, അല്ലെങ്കിൽ എം മത്സരിപ്പിക്കാതാക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലായിരിക്കും അവരങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ ഇത്രയും ദിവസം ചെയ്യാത്ത പെട്ടെന്നൊരു തീരുമാനം വരുമ്പം സ്വാഭാവികമായിട്ട് ആർക്കാരും ചിന്തിക്കാന്നുള്ള കഴിവുണ്ട്. അങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് നമ്മളെ വിശ്വാസം. അവനെപ്പോലെ ഒരു മനുഷ്യൻ രാജിവെക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ ഇഷ്യൂസ് എല്ലാം ജനറലായിട്ടുള്ള ഇഷ്യൂസാണ്. പിന്നെ കുറേ കുത്തിപ്പൊക്കണവരും കാണും. പക്ഷേ അതല്ല രാജിവെക്കേണ്ട. അവനൊരു നല്ലൊരു ഏത് പാർട്ടിയെന്നല്ല, പക്ഷേ അവൻ നല്ലൊരു പ്രവർത്തകനാണ്. അതുകൊണ്ടാണ് ഈ KSRTC ഇപ്പോഴെങ്കിലും ഇങ്ങനെ ഓടുന്നത്. അത്രേ ഉള്ളൂ. അതിൻ്റെ ആവശ്യം എന്തായാലും ഇല്ല. ഇപ്പോഴത്തെ ഭരണത്തിൻ്റെ ഇത് വെച്ച് മന്ത്രി രാജിവെക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ഈ ഇലക്ഷനല്ലേ, അത് പല ആരോപണങ്ങളും പല നേതാക്കന്മാരെതിരെയും വരുന്നുണ്ടല്ലോ. ഈ ഒരു ചെറിയ ആരോപണത്തിൻ്റെ പേരിൽ മന്ത്രി രാജിവെക്കേണ്ട ആവശ്യമുണ്ടെന്ന് ആർക്കും തോന്നുന്നില്ല. ഇപ്പോൾ രാജിവെക്കേണ്ട ഇത് വരുന്നില്ല. അത്ര ശക്തിയായിട്ടുള്ള മന്ത്രിസഭയാണ് ഇരിക്കുന്നത്. ഗണേഷ് കുമാർ മാത്രം രാജിവെച്ചിട്ട് കാര്യമില്ലല്ലോ. എത്രയോ മന്ത്രിമാർ ഇതേപോലെ ഇതിനേക്കാൾ അപ്പുറമുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ലേ. അപ്പോൾ അവരെ കാര്യങ്ങളെല്ലാം അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ നീതി വേണ്ടേ. രാജിവെക്കേണ്ട ഒരാവശ്യമില്ല. പുള്ളി ഒരു ആണാണ്. പുള്ളിക്ക് ഇഷ്ടം പോലെ ജീവിക്കാം. മന്ത്രിസ്ഥാനവും ഇതുമായിട്ട് യാതൊരു ബന്ധവും വരുന്നില്ല. ഇതിപ്പോൾ ഇത് ചെയ്തത് ഇപ്പോൾ അവരുടെ സമ്മതപ്രകാരമാണ്, അല്ലാതെ ബലാത്സംഗവും ഒന്നുമല്ല. ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാൻ കുഴപ്പമില്ല. എല്ലാ ആൾക്കാരും മേളിൽ ഇതുപോലെ ഇപ്പോൾ സ്ത്രീകളിനെ പല പരാതികൾ പരാമർശിക്കുന്നുണ്ട്. ഇതിൽ സത്യസന്ധമായി എന്തെല്ലാം ഉണ്ടെന്നുള്ള കാര്യം വ്യക്തമായിട്ട് നമുക്കറിയില്ലല്ലോ. അന്വേഷണം നടക്കട്ടെ. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ പറയാം. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ രാജിവെക്കേണ്ട ആവശ്യമില്ല. 2013 സമാനമായ രീതിയിൽ ഇത്തരത്തിൽ ആരോപണം ഉയർന്നു വന്നപ്പോൾ അന്ന് മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ട സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ ആരോപണം ഉന്നയിച്ച ബിന്ദു മേനോൻ ഇന്ന് പുലർച്ചയോടുകൂടി തന്നെ തനിക്ക് പരാതിയില്ല എന്നും നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നും അറിയിച്ചു. മാത്രമല്ല കെ.ബി. ഗണേഷ് കുമാർ തന്നോട് മാപ്പ് അപേക്ഷിച്ചുവെന്നും ഇനി വിവാദങ്ങൾക്ക് പിന്നാലെ പോകേണ്ടതില്ല എന്നും അവർ തന്നെ പറഞ്ഞു വെക്കുകയുണ്ടായി. ഏതായാലും സംഭവത്തിൽ മന്ത്രിയുടെ രാജി ആവശ്യമില്ല എന്ന് തന്നെയാണ് തിരുവനന്തപുരത്തെ വോട്ടർമാർക്കും പറയാനുള്ളത്. ഇനി തീരുമാനമെടുക്കേണ്ടത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തന്നെയാണ്. തിരുവനന്തപുരത്ത് നിന്നും അനീഷ് മലയൻകീഴിനൊപ്പം ദേവൻ MP, ന്യൂസ് മലയാളം. അതുതന്നെയാണ് ആളുകൾ പറയുന്നത്. അതൊക്കെ അവരുടെ വ്യക്തിപരമായ പ്രശ്നമാണ്. ഈ ഒരു കാരണം കൊണ്ട് മന്ത്രി രാജിവെക്കേണ്ട കാര്യമില്ല. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വിവാദം എന്നുള്ള തരത്തിലാണ് കൂടുതൽ ആളുകളും ഇക്കാര്യത്തിൽ അവരുടെ പ്രതികരണമായി പറയുന്നത്.